Hi guys, welcome back to my channel. In unbox ചെയ്യാൻ പോകുന്നത് ഡോങ്ചങ്ങിന്റെ 20 വോൾട്ട് ആംഗിൾ ഗ്രൈൻഡർ ആണ്. അപ്പോൾ അതിന് തന്നെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ബോക്സിലേക്ക് നോക്കിയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ബോക്സിലാണ് നമ്മുടെ മെഷീൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇൻസൈഡ് ആയിട്ട് മാനുവൽ ബുക്ക്, 2 ബാറ്ററി, അതിന്റെ ചാർജർ, ആംഗിൾ ഗ്രൈൻഡർ, ഇതിന്റെ ഗാർഡ്, ഒരു ഹാൻഡിൽ, ഇത്രയാണ് ബോക്സിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ വെയിറ്റ് നോക്കിയാണെങ്കിൽ 2.4 kg ആണ്. ഈ ആംഗിൾ ഗ്രൈൻഡർ എടുക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഡോങ്ചങ്ങിൻ്റെതായ 20 വോൾട്ടിന്റെ ഹാമർ ഡ്രിൽ ഡ്രൈവർ ഉണ്ട്. ഇതൊരു എനിക്ക് സക്സസ് ആയ ഒരു മെഷീനാണ്. ഒരു 2 വർഷമായി. ഇതിന്റെ ബാറ്ററി ബാക്കപ്പ്, ഇതിന്റെ പവർ നല്ല ഒരു മെഷീനായിരുന്നു. അത് കണ്ടാണ് ഈ ഒരു ആംഗിൾ ഗ്രൈൻഡറിലേക്ക് തന്നെ എത്തിയത്. ഇതിനു മുമ്പ് ഇങ്കോ ടോട്ടലിലൊക്കെ ആംഗിൾ ഗ്രൈൻഡർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനേക്കാൾ കുറച്ച് ക്വാളിറ്റിയിലാണ് നമുക്ക് ഡോങ്ചങ്ങിന്റെ ആംഗിൾ ഗ്രൈൻഡർ ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇതിന്റെ RPM 8500 ആണ്. നോർമൽ ഇലക്ട്രിക് ആംഗിൾ ഗ്രൈൻഡറിന്റെ RPM ഒരു 11,000 ഇല്ലെങ്കിൽ 13,000. നമുക്ക് കറണ്ടിന്റെ ഗ്രൈൻഡറിന്റെ അത്ര കിട്ടുന്നില്ലെങ്കിലും നമ്മുടെ വർക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ ഈ ഒരു മെഷീൻ കൊണ്ട് സാധിക്കും. ഇതിന്റെ ബാറ്ററിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇൻഡിക്കേഷനോട് കൂടിയിട്ടുള്ള ബാറ്ററിയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ ചാർജർ ആണെങ്കിൽ ചാർജിങ് ടൈമിൽ റെഡ് ലൈറ്റും ചാർജ് ഫിൽ ആയതിനു ശേഷം ഗ്രീൻ ലൈറ്റ് ആണ് കത്തുന്നുള്ളത്. ഇത്രയാണ് ഇപ്പോൾ ഈ ഒരു ബോക്സിൽ ഉള്ളത്. ഇതിനോടൊപ്പം തന്ന സേഫ്റ്റി ഗാർഡ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി 4 ഇഞ്ചിന്റെ ബ്ലേഡ് ആണ്. ഇതിനോടൊപ്പം തന്ന കീ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ അടുത്ത് ഒരു SS-ന്റെ പൈപ്പ് ഉണ്ട്. കർട്ടൺ പൈപ്പാണ്. ഇതാണ് ഫസ്റ്റ് കട്ട് ചെയ്യാൻ പോകുന്നുള്ളത്. മെറ്റലൊക്കെ കട്ട് ചെയ്യാൻ പറ്റും. എൻ്റെ അടുത്ത് മെറ്റൽ പീസ് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് താൽക്കാലികമായിട്ട് SS പൈപ്പ് കട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ലൈറ്റ് വെയിറ്റ് ആയിട്ട് വർക്ക് എടുക്കുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെഷീനാണ്. പിന്നീടൊന്ന് പറയാനുള്ളത് ഇതിന്റെ ട്രിഗർ ആണ്. പെട്ടെന്ന് നമുക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല. ഒരു ചെറിയൊരു ഫോഴ്സ് കൊടുത്താലാണ് നമ്മുടെ ഈ ഒരു ബട്ടന് ഫ്രണ്ടിലേക്ക് സ്ലൈഡ് ആവുക. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ പുതിയൊരു ടൂളുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.